കേസുകൾ റദ്ദാക്കുക, കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ട്രാൻസ്ജെൻഡേഴ്സ് ജില്ലാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഗാന്ധിമുക്കിൽ റോഡ് ഉപരോധിച്ചു. നേതാക്കളുമായി SP ഓഫീസിൽ ചർച്ച നടക്കുന്നതിനിടെ പുറത്ത് മറ്റു ചില അതിക്രമങ്ങളും അരങ്ങേറി. ഉപരോധത്തിനിടയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച ബൈക്ക് യാത്രികനെ വലിയ കല്ലുകൊണ്ട് ആക്രമിക്കാൻ സമരക്കാരിൽ ചിലർ ശ്രമിച്ചു. ഇത് പോലീസ് തടഞ്ഞു. അതോടെ സംഘർഷമായി. പ്രകോപിതരായ പ്രവർത്തകർ വനിതാ പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി പോലീസുകാരെ ആക്രമിച്ചു. വാഹനങ്ങൾക്കു നേരെയും ആക്രമണമുണ്ടായി. സമീപത്തെ കടയിൽ നിന്ന് സോഡാ കുപ്പികളെടുത്ത പോലീസിന് നേരെ എറിഞ്ഞു. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. തലയിൽ 6 സ്റ്റിച്ചുണ്ട്. പരിക്കുകൾ CIയുടെ പരിക്ക് വളരെ ഇത്തിരി ഗൗരവമുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ കേസെടുക്കുകയാണ്. DPOയിലേക്ക് SP അദ്ദേഹത്തെ കാണാൻ വരികയും SP അദ്ദേഹം അത് ഇപ്പോൾ ആ എൻക്വയറി പരിഗണിക്കാം, അതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നോക്കാം എന്ന് പറയുകയും ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അതിനൊരു ഓർഡറും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇന്നവർ കൂടുതൽ വയലൻസ് ആയിട്ട് സമരക്കാരെ പിടിച്ചുവിടാൻ ലാത്തി വീശി. അതോടെ സമരക്കാരിൽ ചിലർക്കും പരിക്കേറ്റു. കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. പരിക്കേറ്റ പോലീസുകാരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റിലായ 20ഓളം സമരക്കാരെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.